ഇന്ന് നമുക്ക് കൂണ് കിട്ടിയിട്ടുണ്ട്. കൂണും കൊണ്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. പറമ്പിൽ നിന്ന് കിട്ടിയതല്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയതാണ്. കടയിൽ നിന്നാണെങ്കിൽ എപ്പോഴും ഒന്നും അങ്ങനെ വാങ്ങാൻ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ തക്കാളി, പച്ചമുളക്, സവാള, മുരിങ്ങക്കോല് ഒക്കെ കൂടെ അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ചേർത്ത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് ഈ ഒരു പരുവമാകുമ്പോൾ അതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതിനകത്ത് കാണുമ്പോൾ ഒരിത്തിരി ഡാർക്കായിട്ട് തോന്നും, അത്രയും അങ്ങ് മൂത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ വേവിക്കാൻ വെച്ച കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കൂണും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. ഈ കൂണ് വെറുതെ വെളിച്ചെണ്ണയിൽ പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ആവശ്യത്തിന് എത്ര ചാറ് വേണോ അതിനനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കുറച്ച് വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അതിനകത്തേക്ക് താളിച്ചിടാം. കടുകും വേപ്പിലയും ഉണക്കമുളകും ഒക്കെ കൂടി ചേർത്തിട്ട് താളിച്ചിടാം. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്, എന്നാലും നല്ല ടേസ്റ്റ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നമ്മുടെ ഒരു നാടൻ കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.